പ്രൈസല്ലോ, ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ ദൈവം തന്ന ഭാഗ്യം, അതാണ് ഏറ്റവും വലുത്. ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ ദൈവം തൻ്റെ ഭക്തന്മാരിലൂടെ ചെയ്ത ദൈവീക പ്രവൃത്തികൾ, ബാബേലിന്റെ കൊട്ടാരത്തിൽ പരിചാരകന്മാരായി കടന്നു വന്ന ദാനിയേലും മറ്റു 3 പേരെയും നമുക്ക് കാണാൻ കഴിയും. അവർക്ക് വലിയൊരു പ്രത്യേകതയുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. അവർ സേവിക്കുന്ന ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തിൻ്റെ കാര്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത വണ്ണം സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ദാനിയേലെയും കൂട്ടുകാരെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് പ്രത്യേകത ബൈബിളിൽ കാണുന്നത്. വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും പരിശോധനകൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, എത്ര പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണെങ്കിൽ പോലും വിശുദ്ധന്മാരുടെ പരിശോധനകളിൽ അവർ ദൈവത്തെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കാണാൻ കഴിയും. ജോസഫിന്റെ ജീവിതവും ദാനിയേലിന്റെ ജീവിതവും തമ്മിൽ ഒത്തിരി താരതമ്യം ചെയ്യുവാൻ കഴിയുമെങ്കിൽ, ദാനിയേൽ തൻ്റെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അശുദ്ധിയെ വെറുത്തുകൊണ്ട് വിശുദ്ധിയുടെ പടവുകളെ ചവിട്ടിക്കയറുവാൻ ഒരു പ്രാർത്ഥനാവീരനായ ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ രാജാവിൻ്റെ കൽപ്പന പ്രകാരം പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞപ്പോൾ, രഹസ്യത്തിൽ വീടിൻ്റെ അകത്ത് കതകടച്ചിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാനിയേൽ യെരൂശലേമിന് നേരെയുള്ള കിഴക്കേ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് മുട്ടുമേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം സത്യദൈവമാണ്, രാജാവിൻ്റെ കൽപ്പനയല്ല, എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ അനുസരിക്കുന്നതെന്ന് ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് പാപത്തെയും ലോകത്തെയും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെയും വിടുവിച്ച് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണെന്ന് രാജാവിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഒരു പ്രാർത്ഥനാവീരനായ ദാനിയേൽ സകല പരിശോധനകളെയും പരീക്ഷകളുടെയും നടുവിൽ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി, ജീവിതം ക്രിസ്തുവും മരണം നേട്ടമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിനായി ജീവിക്കാൻ തക്കവണ്ണം, എന്നെ ശൃംഗക്കുഴിയിൽ എറിഞ്ഞാലും ശൃംഗത്തിന്റെ വാവൂട്ടാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, 3 യുവക്കന്മാരെ തീജ്വാലയുടെ നടുവിലേക്ക് എറിഞ്ഞാലും ആ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്ന് അവരോട് കൂടെയിരിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയുമെങ്കിൽ, പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമല്ല എന്ന് തിരുവെഴുത്ത് നമ്മളെ കാണിക്കുമ്പോൾ, ജോസഫിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ സ്വന്തം സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞെങ്കിലും ജോസഫ് തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച് ആ കൊന്നുകളയാൻ വേണ്ടി കൂട്ടുനിന്ന പൊട്ടക്കണ്ടി തള്ളിയ സഹോദരന്മാർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നെങ്കിൽ, വിളിക്കപ്പെട്ട തൻ്റെ ഭക്തന് ജീവിതത്തിൽ യാതൊന്നിനും കുറവ് വരില്ല. പ്രിയമുള്ളവരെ, പോത്തിഫറിന്റെ വീട്ടിൽ മോശം അനുഭവം ഉണ്ടായപ്പോഴും വിശുദ്ധിയുടെ തലത്തിലേക്ക് ജോസഫ് തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൂടെ പാപം ചെയ്യാത്തവണ്ണം പോയെങ്കിൽ,
ഇവിടെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കുന്നത് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെതായ എല്ലാ മേഖലകളിൽ നിന്ന് വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും പരിശോധനകളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. രണ്ട്, അശുദ്ധിയെ വെറുത്ത് ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു വിശ്വാസിയുടെ യഥാർത്ഥ മുഖം കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകും. ഭോജനങ്ങളെ വർജിക്കുവാനും അരുതെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുവാനും ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം വേണ്ടേ? സാക്ഷ്യമുള്ള ജീവിതം. ഇത് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ഭക്തന്മാരിലൂടെ. ഒരു ദിവസം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. എൻ്റെ ജീവിതത്തിൽ ചില പരിശോധനകളും ചില പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ, എൻ്റെ കർത്താവേ, ഇത് നിന്നെ പ്രതി ഞാൻ എല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം. എന്നെ കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ഒരു നിമിഷം ഹൃദയങ്ങളെ ഒരുക്കി പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ പഴയ നിയമത്തിൽ ദാനിയേലിനും കൂട്ടുകാർക്കും അനുഭവിച്ച അതേ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നിന്നെ കണ്ട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം കൂട്ടിത്തരണം. കർത്താവ് മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.